മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൽ വന്ന ചോദ്യപേപ്പറാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി വന്നത് നോസിലു ബിൽ മുനാസിബ്, യോജിച്ചവ ചേർത്ത് കൊടുക്കുകയാണ്. അവിടെ കൊടുത്ത ചോദ്യങ്ങളിൽ അതിനോട് യോജിച്ചവ മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് എടുത്ത് എഴുതാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം അലത്വാവിലത്തി ഡാഷ്. പാഠത്തിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അലത്വാവിലത്തി ഡാഷ്. അലത്വാവിലത്ത് തന്നെ മേശയുടെ മുകളിൽ എന്താ ഉള്ളത്? മേശൻ്റെ മുകളിൽ എന്താ ഉണ്ടാവാറുള്ളത്? അവിടെ മുകളിൽ കൊടുത്ത കാര്യങ്ങളിൽ യോജിച്ചവ കിതാബുൻ എന്നതാണ് കേട്ടോ. അലത്വാവിലത്തി കിതാബുൻ. അതേ രൂപത്തിൽ തന്നെ നമ്മളത് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ചോദ്യം അൽ ഇമാമത്തു. ഇമാമത്ത് എന്ന് പറഞ്ഞാൽ തലപ്പാവാണ്. തലപ്പാവ് എവിടെ ഉണ്ടാവാറുള്ളത്? തലക്ക് മുകളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ തലക്ക് എന്താണ് പറയുക? റഇസ് എന്നാണ് പറയുക. അപ്പോൾ അല റഇസ് എന്നാണ് തലക്ക് മുകളിൽ എന്നുള്ളതിന് പറയാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. അല ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അൽ ഇമാമത്തു അല റഇസ് എന്നാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം അല സരീരി. സരീർ എന്ന് പറയുന്നത് എന്താ? കട്ടിലാണ് അല്ലേ. കട്ടിൽമേൽ എന്താ ഉണ്ടാവുക? നമ്മൾ പഠിച്ചത് ഫിറാഷ് അല്ലേ. എന്തായിരുന്നു? വിരിപ്പ് അല്ലേ. വിരിപ്പിന് എന്താ പറയുക? ഫിറാഷ്. അപ്പോൾ അലസരീരി ഫിറാഷുൻ. പിന്നെ അടുത്തത് എന്താണ്? അസ്വലാത്തു വാജിബത്തുൻ. അതിൻ്റെ ബാക്കി എന്താണ്? നമ്മൾ 3ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. അസ്വലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുക്കല്ലഫിൻ എന്ന് നമ്മൾ പാഠത്തിലുണ്ടായിരുന്നു അല്ലേ. എല്ലാ മുക്കല്ലഫായ ആളുകളുടെ മേലും നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നൂസിലുബിൽ മുനാസിബ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മുടെ പാഠത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ വാക്കർത്ഥങ്ങളും അതുപോലെ അല അതുപോലെ ഫി അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. എന്നാലേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. രണ്ടാമത് വന്ന ചോദ്യങ്ങൾ നജ്അലു അലാമത്ത, പിന്നെ ടിക്കിൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. ലിസ്വഹീഹ്, ശരിയായതിന് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നർത്ഥം. അവിടെയും കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഏതിനാണോ ശരിയുള്ളത് അതിന് ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വെച്ച് നോക്കുക. യാ സുബൈറു ഐന ഐന എന്നുണ്ടെങ്കിൽ 2 കൊണ്ട് സാഅത്തുക എന്നുണ്ട്, സാഅത്തുക്കി എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? സാഅത്തുക എന്ന് പറയലപ്പോഴാണ് അതിന് മുമ്പുള്ളത് സ്ത്രീ ആണെങ്കിലാണ് അല്ലേ. പുരുഷനാണെങ്കിൽ ക എന്നാണ് പറയുക, സ്ത്രീ ആണെങ്കിൽ കി എന്നാണ് പറയുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പറയുക? ഇവിടെ ഇപ്പോൾ യാ സുബൈറു എന്നത് പുരുഷനായതുകൊണ്ട് എന്താണ് വേണ്ടത്? സാഅത്തുക എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ സാഅത്തുക എന്നതിന് ശരിയിട്ട് കൊടുക്കുക. രണ്ടാമത്തത് അസ്സലാമു അലൈക്കി യാ. അലൈക്കി എന്നാണുള്ളത്. അപ്പം പിന്നെ യാ എന്നുള്ളത് നമ്മൾ അഭിസംബോധനം ചെയ്യാണ്. അപ്പോൾ അലൈക്കി, അപ്പോൾ അതൊരു സ്ത്രീയോടാണ് അഭിസംബോധനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അലൈക്കി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ശേഷം പറയുന്നത് ഒരു സ്ത്രീയായ ആളാണ്. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, അമ്മി അമ്മത്തി. അപ്പോൾ അമ്മ അമ്മത്തി ഉള്ളതിൽ ഏതാണ് സ്ത്രീയെ സൂചിപ്പിക്കുന്നത്? അമ്മത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മായി ആണ് അല്ലേ. അപ്പോൾ അമ്മായി അത് സ്ത്രീയാണ്. അപ്പോൾ അമ്മത്തി എന്നതാണ് ശരി. അസ്സലാമു അലൈക്കി യാ അമ്മത്തി. മൂന്നാമത്തെ ചോദ്യം അസ്സലാമു അലൈക്ക യാ ആത്തിക്കത്തു എന്നുണ്ട്, ബഷീറു എന്നുണ്ട്. അപ്പോൾ ബഷീർ എന്നത് പുരുഷനാണ്, ആത്തിക്കത്ത് എന്നുള്ള സ്ത്രീയാണ്. അസ്സലാമു അലൈക്ക എന്നുള്ളത് അല്ലേ. അപ്പോൾ പുരുഷനാണ് വേണ്ടത്. അപ്പോൾ അസ്സലാമു അലൈക്ക യാ ബഷീറു എന്നതാണ് ശരിയായത് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം അൽ ഖമറു ഫിൽ ബൈത്തി ഫിസ്സമായി. ഏതാണ് ശരി? ഖമർ എവിടെ ഉണ്ടാവുക? വീട്ടിലാണ് അല്ലെങ്കിൽ ആകാശത്താണ്. ഏതാണ് ശരി? ആകാശത്താണ് എന്നുള്ളതാണ് ശരി അല്ലേ. അപ്പോൾ അൽ ഖമറു ഫിസ്സമായി എന്നതാണ് ശരി. പിന്നെ അടുത്ത ചോദ്യം ഫിൽ ബുസ്താനി നുജൂമുൻ അസ്ഹാറുൻ. ഏതാ ശരി? ഫിൽ ബുസ്താനി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ എന്താ ഉണ്ടാവുക? പൂക്കളാണ് ഉണ്ടാവുക അല്ലേ. പൂക്കൊക്കെ എന്താണ് പറയുക? അസ്ഹാറുൻ. അപ്പോൾ ഫിൽ ബുസ്താനി അസ്ഹാറുൻ എന്നതാണ് ശരി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. നമ്മൾ പാഠത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിക്ക് അറബിയിൽ തന്നെ പഠിച്ചാലാണ് ഇതിനൊക്കെ ഉത്തരം ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയട്ടോ.
ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് നുൻഷി ഉൽ അസ്ഇലത കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ചോദ്യം ഉണ്ടാക്കുന്നതിന് ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് നോക്കുക, ഉത്തരം കൊടുത്തത് അൽ കഅബത്തു ഫിൽ മക്കത്തി എന്നാണ് ഉദാഹരണത്തിൽ കൊടുത്തത്, അവിടെ ഉത്തരം കൊടുത്തത്. അപ്പോൾ അതിന് ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? അൽ കഅബത്തു ഫിൽ മക്കന, കഅബ മക്കയിലാണ്. അപ്പം അതിന് ചോദ്യം നിൽക്കാറ് മക്ക എവിടെയാണെന്നുള്ളതാണ് ചോദിക്കേണ്ടത് അല്ലേ. അപ്പം എവിടെ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐന എന്നാ പറയാം. പിന്നെ കഅബക്കും നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടല്ലേ, കഅബ തന്നെ. അപ്പോൾ ഐനൽ കഅബത്തു എന്ന് ചോദിച്ചാൽ കഅബ എവിടെ നിന്നായി. അപ്പം അതിന് ഉത്തരം എന്താണ്? അൽ കഅബത്തു ഫിൽ മക്കത്തി. ഇനി അടുത്തത് നമ്മൾ ചോദ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അൽ ഉമ്മു ഫിൽ ബൈത്തി എന്നവിടെ ഉണ്ട്. അപ്പം ഉമ്മ വീട്ടിലാണ് എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചോദ്യം എന്താണ് വേണ്ടത്? ഉമ്മ എവിടെയാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഉമ്മാക്ക് എന്താ പറയുക, ഉമ്മാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എവിടെ എന്നുള്ളതിന് ഐന എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? ഐനൽ ഉമ്മു എന്ന് എഴുതണം അല്ലേ. അൽ ഉമ്മു ഫിൽ ബൈത്തി എന്ന് ഉത്തരം വരും. പിന്നെ അടുത്ത ചോദ്യം ഉള്ളത് അൽ ഖാത്തമു ഫിൽ ഖിൻസർ, മോതിരം ചെറിയ വിരലിലാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ചോദിക്കേണ്ടത്? മോതിരം എവിടെയാണെന്നാണ് ചോദിക്കേണ്ടത്. അപ്പം എങ്ങനെ ചോദിക്കുക? മോതിരത്തിന് അവിടെ ഉണ്ട്, ഖാത്തം എന്നവിടെ ഉണ്ട്. ഇനി ഐന എന്നുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐനൽ ഖാത്തമു എന്നതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് അൽ ഉഖ്തു ഫിൽ മദ്രസത്തി, ഉഖ്ത് സഹോദരി മദ്രസയിലാണ്. അപ്പോൾ ചോദിക്കേണ്ടത് എന്താണ്? എവിടെയാണെന്ന് ചോദിക്കണം അല്ലേ. അപ്പോൾ എന്താണ്? സഹോദരിക്കവിടെ ഉഖ്ത് എന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഐനൽ ഉഖ്തു എന്ന് ചോദിക്കുക അല്ലേ, ഐനൽ ഉഖ്തു. പിന്നെ അൽ തിഫിലു ഫിൽ മഹ്ദി, തിഫിൽ കുട്ടി എവിടെയാണുള്ളത്? ഫിൽ മഹ്ദി തൊട്ടിലാണുള്ളത്. അപ്പോൾ കുട്ടി എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? ഐന തിഫിലു. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയതാണ്. എല്ലാ വാക്കുകളും അവിടെ തന്നെ ഉണ്ട്. ഐന എന്നുള്ളതാണ് എവിടെ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ചോദ്യം ഉള്ളത് നുക്കമ്മിലു എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, പൂരിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ അവിടെ ഒരു ബൈത്ത് ഉണ്ടായിരുന്നു, നമ്മൾ ഒരു പാഠത്തിൽ ഉണ്ടായിരുന്ന ബൈത്ത്, ആ ബൈത്ത് അവിടെ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ മുന്നേ ആയിട്ട് യാ റബ്ബന എന്നൊരു ബൈത്ത് ഉണ്ടായിരുന്നു അല്ലേ. ആ ബൈത്തിലുള്ള ഭാഗമാണ് അവിടെ വന്നിട്ടുള്ളത്. അത് പൂരിപ്പിക്കാനാണ്. എന്താണ്? സയ്യിൻ ലന അഖ്ലാഖന ഹസ്സിൻ ലന ഡാഷ്. അതുപോലെ സിദ് ലന ഇൽമൻ ലന വംഫഇ ലന ഡാഷ്. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ ആ ബൈത്ത് നമ്മൾ മുഴുവൻ പഠിക്കേണ്ടതാണ്. സയ്യിൻ ലന അഖ്ലാഖന ഹസ്സിൻ ലന അഹ്വാലന എന്നുണ്ടായിരുന്നത് അല്ലേ. അഹ്വാലന എന്നാണ് വിട്ടുപോയത് ഒന്നാമത്തെ സ്ഥലത്ത്. സിദ് ലന ഇൽമൻ ലന വംഫഇ ലന ബി ഇൽമിന എന്നുണ്ടായിരുന്നത് രണ്ടാമത്തെ സ്ഥലത്ത്. ബി ഇൽമിന എന്നതാണ് വിട്ടുപോയത്. അപ്പോൾ ആ ബൈത്ത് നമ്മൾ മുഴുവനായിട്ട് പഠിച്ചാലാണ് നമുക്ക് ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് എഴുതാൻ കഴിയുക. അതുകൊണ്ട് എല്ലാവരും ആ ബൈത്ത് കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് അത് കറക്റ്റ് കാണാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് എഴുതാൻ കൂടി നമ്മൾക്ക് അറിയണം. ആ രൂപത്തിൽ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് നുറത്തിബു. അടുത്ത ചോദ്യം വരുന്നത് നുറത്തിബു, ക്രമത്തിലാക്കാനാണ്, ഓർഡർ പ്രകാരമാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അലസത്തിഹി, അസ്സഫീനത്തു, അൽ ബഹരി. അപ്പോൾ അതിന് ക്രമത്തിൽ എഴുതണം. അതിൻ്റെ അർത്ഥം ശരിയാവുന്ന രൂപത്തിൽ ക്രമത്തിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അസ്സഫീനത്തു അലാ സത്ഹിൽ ബഹരി എന്നുണ്ടായിരുന്നത് അല്ലേ. അസ്സഫീനത്തു അലാ സത്ഹിൽ ബഹരി. അതിൽ രണ്ടാമത്തെ ചോദ്യം അല അൽ അസ്ഹാറു അൽ അഗ്റാസു എന്നുള്ള കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അല എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ അസ്ഹാർ എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കളിലെ. അഗ്റാസ് എന്ന് പറഞ്ഞാൽ ചെടികൾ. അപ്പം എങ്ങനെയാണ് ശരിയായ രീതി ഉണ്ടാകുക? അൽ അസ്ഹാറു അലൽ അഗ്റാസ്, അൽ അസ്ഹാറു പൂക്കൾ, അലൽ അഗ്റാസി ചെടികളുടെ മുകളിലാണ് അല്ലേ. ആ രൂപത്തിൽ അതിന് ക്രമത്തിൽ ഏതാണ് വേണ്ടത്. ഇതൊക്കെ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതുള്ളത് അല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാനക. എന്തായിരുന്നു അതിൻ്റെ ശരിയായ രൂപം? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്നതാണ് അല്ലേ. അതും നമ്മുടെ പാഠത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പം പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് തവണ വായിച്ച് പരിശീലിച്ചാൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ കഴിയുക അല്ലേ. ക്രമത്തിൽ എഴുതാൻ കഴിയണമെങ്കിൽ ആ കാര്യം നമുക്ക് അറിയണം. അതിന് നമ്മൾ ഒരുപാട് തവണ ഇതൊക്കെ വായിച്ച് നമുക്കിത് ഇങ്ങനെ കാണാതെ പഠിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ശൈലി നമുക്ക് മനസ്സിലാവുകയും വേണം. എന്നാലാണ് ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ പാഠങ്ങൾ ഒരുപാട് തവണ വായിച്ച് പഠിക്കുക.
ഇനി അടുത്തുള്ളത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതി കൊടുക്കണം. അൽ ഖലമു ഫിസ് സുന്ദൂഖ് എന്നാണ് അവിടെ കൊടുത്തത്. ഒന്നാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണ് അല്ലേ. ഖലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേന എന്ന് നമുക്കറിയാം. സുന്ദൂഖ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടിയാണ് നമുക്കറിയാം അല്ലേ. ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു അർത്ഥമാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അൽ ഖലമു ഫിസ് സുന്ദൂഖി എന്ന് പറഞ്ഞാൽ പേന പെട്ടിയിലാണ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ വാക്കർത്ഥങ്ങളും അതുപോലെ ഫി, അല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രയോഗിക്കുക എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് എളുപ്പമാവും. അപ്പം ആ രൂപത്തിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ പാഠം നല്ലപോലെ എല്ലാവരും ഒരുപാട് തവണ വായിച്ച് പരിശീലിക്കുക. അതുപോലെ നമ്മളെ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ പരീക്ഷകളിൽ വന്ന ചോദ്യപേപ്പറുകൾ ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലിസാൻ കുറച്ച് പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ കഴിയും. അപ്പം 2-3 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ എടുത്തിട്ട് നല്ല പ്രാക്ടീസ് ചെയ്താൽ നല്ല രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരും നല്ല രൂപത്തിൽ മാർക്ക് വാങ്ങണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.